ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ പൂമ്പാറ്റകളെ പോലെ രണ്ട് പെൺകുട്ടികളായിരുന്നു ആദിലയും നൂറയും. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഇന്നവർ ബിഗ് ബോസ് വീട്ടില് ആരും ഭയക്കുന്ന പരുന്തുകളെ പോലെയാണ്. ഈ ഒരു എലിമിനെ കണ്ടിട്ടാണോ നിങ്ങൾ എല്ലാരും ഇത്ര പേടിക്കുന്നേ? കുട്ടിക്കയാൾ ഒന്നുമല്ലേ? എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. കുട്ടി ആളെ കാണും പോലെയല്ല സ്വഭാവം. കച്ചറയാ, തനി കച്ചറ, കച്ചറ പാർട്ടി. ആരെ വേണമെങ്കിലും റാഞ്ചാൻ ഭയമില്ലാത്ത ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കരുത്തരായ രണ്ട് മത്സരാർത്ഥികൾ. അവന്റെ തന്റെയും കരുത്തും എനിക്ക് അവനെ അങ്ങ് പിടിച്ചു. ആദിലയും നൂറയും തമ്മിൽ തെറ്റിക്കുമെന്നും തന്റെ സുഹൃത്തുക്കളെ പോലും ഡിവോഴ്സിന്റെ വക്കിൽ താൻ എത്തിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നെവിൻ ഇവർക്കിടയിലേക്ക് വരുന്നു. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? തങ്ങളെ തകർക്കുകയാണ് നെവിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്ന ആദിലയും നൂറയും എന്ത് വില കൊടുത്തും അയാൾ അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ അവസരം വന്നാൽ തങ്ങൾ ശ്രമിക്കുമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഞാൻ മാത്രം പുറത്തു പോകുന്നു കരുതണ്ട, പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പോകത്തുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിഗ് ബോസിലെ പ്രശ്നങ്ങളൊന്നും ഒരു കുന്തവുമല്ല, ഒരു ചുക്കുമല്ല. ഇതൊക്കെ എന്ത്? ഇവിടെ അവരെ മനസ്സിലാക്കാതെ അവരോട് മുട്ടാൻ പോയവർക്കാണ് പണി കിട്ടിയത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അവര് മിണ്ടാതെ അവരുടെ കാര്യം നോക്കി സമാധാനത്തോടെ ഇരുന്നപ്പോ അവര് വാ തുറക്കുന്നില്ല എന്നായി പ്രശ്നം. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. അവര് ആവശ്യത്തിന് മാത്രം പ്രതികരിച്ചിരുന്നപ്പോ അതായി പ്രശ്നം. ഇപ്പോ അവര് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ എലികളോടി മാളത്തിൽ ഒളിക്കുന്നത് പോലെ പലരും അവരെ കണ്ട് ഒളിക്കുകയാണ്. 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒളിച്ചിരിക്കായിരുന്നു.